അതെ, ഇവിടെ ബ്രെഡും മുട്ടയുണ്ട്. 2 ബ്രെഡ് ടോസ്റ്റും 1 ഡബിൾ ഓംലെറ്റും. അതെ മാഷേ, ഞാനിവിടെ തട്ടുകട നടത്തല്ല. ഓ, പറഞ്ഞത് തട്ടുകടായെങ്കിലേ ഞാൻ അങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു. ഞാൻ പിന്നെ ഇവിടെ വിശന്ന് വലിഞ്ഞിരുന്നോളാം. അയ്യോടാ പാവം. അല്ല, ദേവിക വരുമ്പോ എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊണ്ടുവരുന്ന ഞാൻ വിചാരിച്ചത്. കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഒരു കെട്ട് ഗുളിക. അതല്ലെന്നേ, കഴിക്കാനായിട്ട് വേറെന്തെങ്കിലും. കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോ സമ്മാനമായിട്ട് 2 ആനമുട്ട പുഴുങ്ങിയത് കൊണ്ടുവരണമെന്ന് ഓർത്തതാ. പിന്നെ ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചു. അല്ല, എന്തു പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? അച്ഛനോട് മാത്രം സത്യം പറഞ്ഞു. തൽക്കാലം വേറെ ആരോടും സത്യം പറയണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് അമ്മയോട് നല്ല കള്ളം പറഞ്ഞിട്ടാ ഇറങ്ങിയത്. എന്ത്? ഒരു ജോലി തേടി പോവാണെന്ന്. അത് കറക്റ്റ് ആയില്ലേ? ദേ, ഇപ്പൊ ഒരു ജോലി ആയല്ലോ. എന്ത്? ഇവിടുത്തെ അടുക്കള ജോലിയോ? ഇത് ജോലിയാണോ? ദേവികയുടെ കടമയല്ലേ? ദേ, അടുപ്പത്ത് തിളച്ച പാലിരിപ്പുണ്ട്. അത് ഓർത്തിട്ട് വേണം തമാശയായിട്ട് നിൽക്കാൻ. അയ്യോ, മര്യാദയ്ക്ക് ഹോളിൽ പോയിരിക്കെ. ചായയും ബ്രെഡും ഡബിൾ ഓംലെറ്റും ഒക്കെ ഞാൻ അവിടെ കൊണ്ടുവന്ന് തരാം. അല്ല, ദേവികയ്ക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാല്ലേ? അയ്യോ, അതറിയത്തില്ലായിരുന്നോ? ഓംലെറ്റ് മേക്കിങ്ങില് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിന്ന് PhD എടുത്ത ആളാ ഞാൻ. ഓ, തമാശക്കേ അടൂർ ഭാസി യൂണിവേഴ്സിറ്റിന്ന് ബിരുദാനന്തര ബിരുദവും. ഒരു ഒട്ടി വെച്ചെന്നുണ്ടല്ലോ. അടുക്കള ഇറങ്ങോട്ട് ഇറങ്ങ. ദേ, ഇപ്പൊ ഞാൻ ചട്ടുക എടുത്തുള്ളൂ. വാക്കത്തി എടുക്കാൻ മടിയില്ലാത്തോളം ഞാനെന്ന് അറിയാലോ. ഓ, അറിയാമേ. അല്ല, ഞാനിവിടെ നിന്നാലെന്താ? പാചകം കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ആഹാ, ഒന്നറിയാം.